morning, students. അടുത്ത question ഇതാണ്. Show that integral a to b f of x dx equal to integral a to b f of a plus b minus x dx. Hence, evaluate integral pi by 6 to pi by 3 dx by 1 plus root of tan x. ഇത് 2019 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ റിസൾട്ട് ഒന്ന് പ്രൂവ് ചെയ്യണം. ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട് എടുക്കാം. I is equal to integral a to b f of a plus b minus x. റൈറ്റ് ഹാൻഡ് സൈഡ് പാർട്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ലിമിറ്റ് x മറ്റൊരു വേരിയബിളിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ a plus b minus x is equal to t എന്ന്. പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ a കോൺസ്റ്റന്റ് ആണ്, b കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മൈനസ് dx equal to dt. ഇനി നമ്മൾ x എന്നുള്ളത് a ആവുമ്പോൾ t എന്നുള്ളത് എന്താവും, a plus b minus a, that is equal to b. x is equal to b ആവുമ്പോൾ t സമം എന്താവും, a plus b minus b, that is equal to a. അപ്പോൾ x is equal to b യും a യും. അപ്പോൾ പുതിയ ലിമിറ്റ് എന്താണ്, ലോവർ ലിമിറ്റ് b യും അപ്പർ ലിമിറ്റ് a. ഈ f of a plus b minus x എന്ന് പറയുന്നത് എഴുതാം t എന്ന് എഴുതാം, dx എന്ന് പറയുന്നത് എഴുതാം മൈനസ് dt എന്ന് എഴുതാം. ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് ഇടുമ്പോൾ മൈനസ് ഇന്റഗ്രൽ b to a f of t dt. ഇങ്ങനെ പുറത്ത് ലിമിറ്റ് മൈനസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ വീണ്ടും ഈ ലിമിറ്റുകൾ റിവേഴ്സ് ചെയ്യാം. ഇന്റഗ്രൽ a to b, അനദർ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് മെത്തേഡ്. ഇങ്ങനെ എഴുതാം. ഇനി വീണ്ടും നമുക്ക് ഇതിനെ അടുത്ത പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ഇന്റഗ്രൽ a to b f of t dt എന്ന് പറയുന്നതും f of x dx എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഇതെന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങി നമുക്ക് എവിടെ കിട്ടി, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റഗ്രൽ a to b f of a plus b minus x, one of the property of definition. അപ്പോൾ ആ പ്രോപ്പർട്ടി നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്തത്, a plus b minus x എന്നുള്ളത് t എന്നെടുത്തു. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, അങ്ങനെ ടിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടി. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ. എന്താണ് ആ പ്രോപ്പർട്ടി, ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of a plus b minus x dx ആണ്. ഇനി ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാം. പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. പ്രോബ്ലം എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം നോക്കാം. Let I is equal to integral pi by 6 to pi by 3 dx divided by 1 plus root of tan x. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് എഴുതാം. Also I, നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് also I എന്താണ്, integral pi by 6 to pi by 3 dx divided by x is replaced by എന്താണ്, a plus b minus x. a എന്താണ് ഇവിടെ pi by 6, b എന്താണ് ഇവിടെ pi by 3. അപ്പോൾ pi by 6 plus pi by 3 minus x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 plus root of tan pi by 6 plus pi by 3 minus x. ഇനി pi by 6 plus pi by 3 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LCM 6 വരും. അപ്പോൾ pi plus 2 pi, that is 3 pi by 6, that is pi by 2. അടുത്ത സ്റ്റേജിൽ നമുക്ക് എങ്ങനെ എഴുതാം, pi by 6 to pi by 3 dx divided by 1 plus root of tan pi by 2 minus x അല്ലേ, pi by 2 minus x. ഇനി അതിനെ വീണ്ടും എങ്ങനെ എഴുതാം, pi by 6 to pi by 3 dx divided by 1 plus tan 90 minus x. tan 90 minus x എന്ന് പറഞ്ഞാൽ എന്താണ്, cot x ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, cot x. This is equal to integral pi by 6 to pi by 3 dx divided by 1 plus root cot x നമുക്ക് എന്ന് എഴുതാം 1 plus root tan x എന്ന് എഴുതാം. This is equal to നമുക്ക് എന്ത് എഴുതാം, pi by 6 to pi by 3 ഇവിടെ root tan x dx divided by 1 plus root tan x. ഇതിന്റെ ഇക്വേഷൻ 2. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി, I is also I is equal to pi by 6 to pi by 3 root tan x dx by 1 plus root tan x.
ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണ്? ഈ 1ഉം 2ഉം കൂടിയോട് കൂട്ടാൻ പോകണം കേട്ടോ. 1ഉം 2ഉം കൂടി കൂട്ടണം. 1ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ എന്താ സംഭവിക്കണം നോക്കാം. 1 + 2 1 + 2 i + i എന്ന് പറഞ്ഞാൽ എന്താണ്? 2i. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ഇവിടെ എന്താണ്? 5/6 to 5/3 dx by 1 plus root tan x. ഇവിടെ എന്താണ്? 5/6 to 5/3 root tan x dx by 1 plus root tan x. അപ്പൊ രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ 5/6 to 5/3 ന്യൂമറേറ്ററിൽ നമുക്ക് എന്താ കിട്ടണേ? 1 plus root tan x. ഡിനോമിനേറ്റർ എന്താണ്? 1 plus root tan x dx. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 5/6 to 5/3 dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x 5/6 to 5/3. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ നോക്കിയേ. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 5/3 മൈനസ് 5/6 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 കോമൺ എൽസിയം വരുമ്പോൾ 6ൽ 3 അപ്പോൾ 2π മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 5/6. therefore i എന്ന് പറഞ്ഞാൽ എന്താണ്? i is equal to 5/2. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 5/12 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുക. അപ്പൊ പ്രോപ്പർട്ടി നമ്മൾ നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. എന്താണ് ആ പ്രോപ്പർട്ടി പറയുന്നത്? ഇന്റഗ്രൽ a to b f of x dx എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ a to b f of a plus b minus x dx ആണ്. ഇന്റഗ്രൽ a to b f of a plus b minus x dx എന്നാണ് പ്രോപ്പർട്ടി. ആ പ്രോപ്പർട്ടി ആദ്യം നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുശേഷം ആ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ ഒരെണ്ണം നമ്മൾ ഐ എടുത്തു, പ്രോപ്പർട്ടി ഉപയോഗിച്ച് മറ്റൊരു ഐ കണ്ടുപിടിച്ചു. ആ ഐയും ഈ രണ്ട് ഐയും കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2i = 5/6 കിട്ടി. ഐയുടെ വാല്യൂ എത്ര കിട്ടി? 5/12 കിട്ടി. എഴുതിയെടുത്തോട്ടെ എല്ലാവരും കേട്ടോ. ഓരോ സ്റ്റെപ്പും കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എഴുതിയെടുക്കാം. എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ പഠിക്കണ്ട കേട്ടോ. ശരി, എഴുതിയെടുത്തോളൂ കേട്ടോ. അപ്പൊ പ്രോപ്പർട്ടി ആണ് നമ്മുടെ. ആ പ്രോപ്പർട്ടി ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രോപ്പർട്ടി ആണ് നമ്മുടെ മെയിൻ. അപ്പൊ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാവരും കൃത്യമായിട്ട് എഴുതിയെടുക്കുക. കൃത്യമായിട്ട് എഴുതിയെടുക്കുക. പ്രോപ്പർട്ടി ഇങ്ങനെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോൾ പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബൈഹാർട്ട് ചെയ്യും. വെറുതെ പ്രോപ്പർട്ടി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് നമ്മുടെ മനസ്സിൽ നിൽക്കില്ല. ഓരോ പ്രോപ്പർട്ടി ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അത് എഴുതി തന്നെ നിങ്ങൾ പഠിക്കണം. വെറുതെ നോക്കി പഠിക്കരുത്, വായിച്ച് പഠിക്കരുത്. നിങ്ങൾ റഫ് പേപ്പറും ബുക്കും പേനയൊക്കെ എടുത്ത് ചെയ്ത് പഠിക്കുക. അപ്പൊ ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ആ പ്രോബ്ലത്തിന് ആപ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയോ ഫോർമുലയോ ഒക്കെ നിങ്ങൾ സൈഡിൽ എഴുതുക. എന്നിട്ട് ആ പ്രോപ്പർട്ടിയിൽ ഫോർമുലയിൽ നോക്കി നിങ്ങൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏത് വ്യത്യസ്തങ്ങളായ പ്രോബ്ലം ഇന്റഗ്രേഷൻ വന്നാലും നമുക്ക് ഈസി ആയിട്ട് അതിനെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, എഴുതിയെടുത്തില്ലേ? നമുക്ക് ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത ഇത് 2019 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് integral sin x minus cos x divided by root of 1 plus sin 2x dx 0 less than x less than 5. ഇത് 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്.
Find integral sin x minus cos x divided by root of 1 plus sin 2x dx. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് ചെയ്യാനായിട്ട് എന്താ ചെയ്യാൻ നോക്കാം. Let I is equal to integral sin x minus cos x divided by root of ഈ ഡിനോമിനേറ്ററിൽ നമുക്ക് 1 ന് പകരം ഒരു ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി. എന്താണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി? sin square x plus cos square x 1 ന് പകരം. ഇനി sin 2x ന് പകരം മറ്റൊരു ഫോർമുല ഉണ്ട്. എന്താണത്? 2 sin x cos x. നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് നോക്കിയേ. ഇന്റഗ്രൽ sin x minus cos x divided by root of ഇവിടെ sin square x plus cos square x plus 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണ്? a square plus b square plus 2ab. a square plus b square plus 2ab എന്ന് പറഞ്ഞാൽ എന്താണ്? a plus b whole square. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? sin x plus cos x the whole square എഴുതാം. കണ്ടോ? sin a plus b whole square. a എന്ന് പറഞ്ഞാൽ എന്താണ്? sin x, b എന്ന് പറഞ്ഞാൽ cos x. ഇനി അടുത്ത സ്റ്റേജ് നോക്കിയേ. sin x minus cos x dx divided by root of sin x plus cos x എന്താണ്? sin x plus cos x. അല്ലേ? റൂട്ട് എടുത്ത് കഴിയുമ്പോൾ സ്ക്വയർ ഓഫ് sin x plus cos x. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? ഇന്റഗ്രൽ sin x minus cos x by sin x plus cos x. ഇവിടെ ഡിനോമിനേറ്ററിൽ sin x plus cos x ആണ്. ആ sin x plus cos x എന്നുള്ളത് നമ്മൾ cos x എന്നുള്ളത് t എന്ന് എടുക്കാം. t. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? cos x minus sin x dx is equal to dt. cos x minus sin x is equal to dt. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. that is equal to minus sin x minus cos x dx is equal to minus dt. നമുക്ക് ന്യൂമറേറ്ററിൽ കിടക്കുന്നത് എന്താണ്? sin x minus cos x dx എന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ മൈനസ് പുറത്തെടുത്തു. cos x minus sin x എന്ന് മൈനസ് പുറത്തെടുത്തപ്പോൾ minus of sin x minus cos x dx dt എന്ന് കിട്ടി. therefore sin x minus cos x dx എന്ന് പറഞ്ഞാൽ എന്താണ്? minus dt. ഇവിടെ നമുക്ക് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈ sin x minus cos x ന് പകരം dx ന് പകരം എന്ത് കൊടുക്കാം? minus dt എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ sin x plus cos x ന് എന്ത് കൊടുക്കാം? t എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇന്റഗ്രൽ minus dt by t എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ലോഗ് മോഡുലസ് ഓഫ് t. മൈനസ് ലോഗ് മോഡുലസ് ഓഫ് t എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ലോഗ് മോഡുലസ് ഓഫ് t എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എടുത്തേക്കണേ sin x plus cos x plus. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇതിന്റെ ആൻസർ എന്താണ്? മൈനസ് ലോഗ് മോഡുലസ് ഓഫ് sin x plus cos x plus c എന്ന ആൻസർ കിട്ടി. ഇത് 2019 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് CBSE എക്സാമിനേഷൻ ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തു. എങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി അപ്ലൈ ചെയ്തത്? ഈ 1 plus sin 2x ന് പകരം 1 ന് പകരം sin square x plus cos square x equal to 1 ആണെന്ന് അറിയാം. sin 2x ന് പകരം എന്ത് കൊടുത്തു? 2 sin x cos x. അപ്പോൾ sin square x plus cos square x plus 2 sin x cos x എന്ന് പറഞ്ഞാൽ എന്താണ്? sin x plus cos x the whole square. sin x plus cos x the whole square. അത് സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് പോവും sin x plus cos x. അതിനുശേഷം എന്താ ഇത്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? sin x plus cos x ഞാൻ t കൊടുത്തു. അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ sin x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos x വരും. cos x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin x വരും. അപ്പോൾ cos x minus sin x dx equal to dt. ഇതിൽ നിന്ന് ഞാൻ ആരെ പുറത്തെടുത്തു? മൈനസ് പുറത്തെടുത്തു. മൈനസ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക? sin x minus cos x dx equal to dt. അപ്പോൾ sin x minus cos x dx എന്താണ്? മൈനസ് dt ആണ്. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് dt by t. ഇത് 1 by t എന്ന് പറഞ്ഞാൽ എന്താണ്? log t ആണ്. അപ്പോൾ മൈനസ് ലോഗ് മോഡുലസ് ഓഫ് t മൈനസ് ലോഗ് മോഡുലസ് ഓഫ് sin x plus cos x പ്ലസ്. ഇങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. എല്ലാവരും എഴുതിയെടുക്കുക. അപ്പോൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. 2 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് വേണം. അതിനുശേഷം നമ്മൾ ഇന്റഗ്രേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്തപ്പോൾ അതിന്റെ ആൻസർ. ഓക്കെ.